ആദ്യമേ നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ. എന്ന് പറയാൻ നാളെ ഗ്രീൻ ടീ ഒഴിച്ച് അടിക്കരുത് എന്നാണ് പറഞ്ഞത്. ഒബിയസ്ലി ആൽക്കഹോൾ കണ്ടന്റ് ലിവർ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുമ്പോൾ അവിടുത്തെ ലിവർ സെൽസ് ഡാമേജ് ആവുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രൈമറി ആയിട്ട് കാണുന്നത് ഇവരിലുണ്ടാകുന്ന ഈ പറഞ്ഞ ഗട്ടിലുണ്ടാകുന്ന ബാക്ടീരിയാസിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഞാൻ അതുകൊണ്ട് നമ്മുടെ ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന പേഷ്യൻസിനോടൊക്കെ പറയാറുള്ളത്, ഇനി അഥവാ ആൽക്കഹോൾ ഉപയോഗിക്കാൻ പറയാറില്ല, പിന്നെ അഥവാ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗ്രീൻ ടീ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ലിവർ ഡാമേജിൻ്റെ തോത് വളരെ കുറയ്ക്കാം. ഇതൊരു സ്റ്റഡിയാണ്. EGCG എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് ഗ്രീൻ ടീയിലെ, എപ്പിക്കാനോ കാറ്റപ്പോഗാൻ. ഈ മോളിക്യൂള് ഗട്ടിനെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുകയും ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ലിവർ ഡാമേജ് ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നാളെ ഗ്രീൻ ടീ ഒഴിച്ച് അടിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കേട്ടതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ്. ഇദ്ദേഹം ഒരു ആയുർവേദ പ്രാക്ടീഷണറോ ഹോമിയോപ്പതി പ്രാക്ടീഷണറോ അതോ ഫിസിഷ്യനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ പൊട്ടത്തരങ്ങളാണ്. അപ്പോൾ ആദ്യം ഇദ്ദേഹം പറയുന്നത്, ഒരു കാര്യം പറയുന്നത് കറക്റ്റാണ്, ഡോക്ടർമാർ മദ്യപിക്കാൻ പാടില്ല എന്നാണ് പേഷ്യൻസിനോട് പറയേണ്ടത്. കറക്റ്റ്. ഇനി മദ്യപിക്കുന്ന ആൾക്കാരുടെ അടുത്ത് സേഫായിട്ട് മദ്യപിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അത് തന്നെ പൊള്ളത്തരമാണ്. അപ്പം മദ്യം എന്ന് പറയുമ്പം എല്ലാവരും ആദ്യമേ തന്നെ കരളിനെ വെച്ചിട്ടാണത് അല്ലേ ഫോക്കസ് ചെയ്യുന്നത്. എപ്പോഴും സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ്, ആൽക്കഹോൾ റിലേറ്റഡ് ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് മദ്യം മൂലമുള്ള കരൾ വീക്കം എന്ന അസുഖങ്ങളൊക്കെയാണ് എല്ലാവരും മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷെ അത് തെറ്റാണ്. മദ്യം എന്ന് പറയുന്ന ഒരു സിസ്റ്റമിക് പോയിസണാണ്. നമ്മുടെ മുടി മുതൽ കാലിലെ നഖം വരെ അതിന് പ്രശ്നം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത് ഈ 2023 22 ദർ ഈസ് നോ സേഫ് ലെവൽ ഓഫ് ആൽക്കഹോൾ ദാറ്റ് ബെനിഫിറ്റ്സ് ഹ്യൂമൻ ഹെൽത്ത്. അതായത് ഒരു വ്യക്തിക്ക് സേഫായിട്ട് കുടിക്കാൻ ആൽക്കഹോളിൻ്റെ ഒരു പർട്ടിക്കുലർ ഡോസ് ഇല്ല. ഏത് ഡോസും നമുക്ക് പ്രശ്നമാണ്. എന്താ കാരണം? ക്യാൻസർ കോസിങ് ആണ്. അതായത് വളരെ ചെറിയ തോതിൽ കുടിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ട്. അതിലേറ്റവും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാസിൻ്റെ ക്യാൻസർ, ലിവർ ക്യാൻസർ, ബ്ലഡ് ക്യാൻസേഴ്സ്, ഇതൊക്കെ വരാം. ത്രോട്ട് ക്യാൻസർ, നമ്മുടെ അന്നനാളയത്തിൻ്റെ ക്യാൻസർ, ആമാശയത്തിൻ്റെ ക്യാൻസറൊക്കെ ഡയറക്റ്റ്ലി ലിങ്ക് ടു ആൽക്കഹോളാണ്. അതുകൊണ്ട് ആൽക്കഹോൾ എങ്ങനെ സേഫായിട്ട് കുടിക്കാം എന്ന് പറയുന്നത് തന്നെ പൊട്ടത്തരമാണ്. ഒരു ബോധമുള്ള ഡോക്ടർമാരൊന്നും അങ്ങനെ പറയില്ല. ഇനി രണ്ടാമത്തെ ഇവിടുത്തെ ഒരു ചോദ്യം വരുന്നത് ഗ്രീൻ ടീയുടെ ഒരു പഠനത്തെ പറ്റിയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു ഗ്രീൻ ടീ കുടിച്ചാൽ ആൽക്കഹോളിൻ്റെ ടോക്സിസിറ്റി, അതായത് അതിൻ്റെ ആ വിഷാംശത്തിൻ്റെ ഉള്ള ഇഫക്റ്റ് ബോഡിയിൽ നമുക്ക് കുറയ്ക്കാമെന്നാണ്. ഗ്രീൻ ടീ ആൽക്കഹോളിൻ്റെ ഒപ്പമല്ല, ഗ്രീൻ ടീ കുടിച്ചാൽ. എങ്ങനെ കുടിക്കണമെന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പഠനം ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, 2006 നടത്തിയ എലിയിലെ ഒരു പഠനമാണ്. എലികളിൽ റാറ്റിൻ്റെ ഒരു സ്റ്റഡി ആയിരുന്നു, റാറ്റ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ നിങ്ങളൊരു എലിയാണെങ്കിൽ യെസ്, ഗ്രീൻ ടീയും ആൽക്കഹോളൊക്കെ കുടിച്ചോ, കുഴപ്പമില്ല. പക്ഷേ മനുഷ്യന്മാരിൽ ഇതൊന്നും സ്ഥാപിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് മോളിക്കുലർ സയൻസസ് എന്ന ജേർണലിലാണ് ഇത് വന്നേക്കുന്നത്. MDPI എന്ന് പറയുന്ന ഒരു പബ്ലിഷറാണ് അത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ പറയുന്ന ഗ്രീൻ ടീയുടെ പഠനം അത് എലികളിൽ സ്ഥാപിച്ചതാണ്, മനുഷ്യരിലല്ല. ആ സെയിം ജേർണലിൽ തന്നെ പറയുന്നുണ്ട് വേറെ പഠനങ്ങളിൽ കക്കയിറച്ചി കഴിച്ചാലും മദ്യത്തിനുള്ള വിഷാംശത്തിൻ്റെ ടോക്സിറ്റി നമുക്ക് ശരീരത്തിൽ കുറയ്ക്കാമെന്ന്. അതും എലിയിലുള്ളൊരു പഠനമാണ്. അതിനെപ്പറ്റി ഇദ്ദേഹം എന്താ പറയാത്തത്? നമുക്ക് കക്കയിറച്ചിയും ഗ്രീൻ ടീ എല്ലാം കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഈ ചെറിയ സ്റ്റഡികൾ, ഇതിനാണ് ഈ പ്രീ ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറയും. അതായത് മനുഷ്യരിൽ നടക്കുന്നതിന് മുമ്പ് ഈ ലാബിൽ സെൽസിലും ടിഷ്യൂയിലും ചെറിയ ആനിമൽസിലൊക്കെ നടത്തുന്ന സ്റ്റഡീസാണിത്. അതിനൊന്നും ഒരു പ്രസക്തിയില്ല. നമുക്ക് ജസ്റ്റ് ഒരു മോഡ് ഓഫ് ആക്ഷൻ്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ കണ്ടുപിടിക്കാമെന്നല്ലാതെ ഇതിനകത്തുനിന്ന് ഒന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഡേറ്റ ഇല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ പൊട്ട വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ നന്നായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്ന് പിന്നെ അതിൻ്റെ കൂടെ ഗ്രീൻ ടീയും കഴിക്കുക, ആകെപ്പാടെ എല്ലാം കുളവാക്കരുത്. മദ്യപാനം ഹാനികരമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഗ്രീൻ ടീയെ പറ്റി എക്സ്ട്രാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇദ്ദേഹം പറഞ്ഞല്ലോ EGCG എന്ന് പറഞ്ഞൊരു സാധനം, അതായത് ഗ്രീൻ ടീക്കകത്തുള്ളൊരു കെറ്റക്കിനാണത്. ഗ്രീൻ ടീയിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്, ഒരു പ്ലാന്റ് കെമിക്കലാണത് EGCG. EGCGയെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തി 3 തൊട്ട് 5 കപ്പിൽ കൂടുതൽ ഗ്രീൻ ടീ ഒരു ദിവസം കുടിക്കാൻ പാടില്ല. ഒരു സ്റ്റാൻഡേർഡ് കപ്പ് എന്ന് പറയുന്നത് ഏകദേശം 180 ml ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ EGCG എന്ന് പറയുന്ന സാധനം ഭയങ്കര ലിവർ ടോക്സിക്കാണ്. അതായത് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന സപ്ലിമെൻറ്റ്സ് കിട്ടും. ഒരു മുടി വളരാനും അതല്ലാതെ വണ്ണം കുറയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഗുളികൾ കിട്ടുമല്ലോ, ഫാറ്റ് ബേണേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ടാബ്ലറ്റ്സും സപ്ലിമെൻറ്റ്സും കിട്ടും. അതിലൊക്കെ ഈ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്സ് ഉണ്ടാവും.
അപ്പോൾ ഈ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്സ് മൂലം ലിവർ ഫെയിലറും ലിവർ ഇഞ്ചുറിയും ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും ഒക്കെ ഉണ്ടായ പല പല റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ഉണ്ട് പബ്ലിഷ്ഡ് ലിറ്ററേച്ചറിൽ. മെഡിക്കൽ സയൻസ് ജേർണൽസ് ഇഷ്ടം പോലുള്ളതാണ്. US ഗവൺമെന്റും യൂറോപ്യൻ ഗവൺമെന്റ്സ് ഒക്കെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഉള്ള സപ്ലിമെന്റ്സ് വിൽക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് EGCGയുടെ അളവ് ഒരു ലെവലിൽ കൂടാനും പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ഈ ഡോക്ടർ എന്ന് പറയുന്ന ഈ വ്യക്തികളൊക്കെ ഗ്രീൻ ടീ കുടിച്ചോ മദ്യവും കുടിച്ചോ എന്ന് പറയുമ്പം ആൾക്കാർ കുറേ ഗ്രീൻ ടീ കുടിച്ച് കരൾ കേടാക്കി, അതിൻ്റെ പക്കത്ത് മദ്യവും കുടിച്ച് കരൾ കേടാക്കി ഞങ്ങളെ പോലുള്ള ലിവർ ഡോക്ടർമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോകളും ഇങ്ങനത്തെ ചെറിയ ചെറിയ പകുതി നോളജ് വെച്ചിട്ടുള്ള വീഡിയോകളൊന്നും ഫോളോ ചെയ്തിരിക്കുക. ശരിയായ രീതിയിൽ അഡ്വൈസ് തരുന്ന ഡോക്ടർമാരെ ഫോളോ ചെയ്യുക. ഈ പറയുന്ന ഡോക്ടറിനോടും എനിക്കൊരു അപേക്ഷയാണ്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തിരുത്തുക. ശരിക്കുള്ള ലെവൽസ് ഓഫ് എവിഡൻസ്, നമുക്ക് ക്ലിനിക്കൽ ലെവൽസ് ഓഫ് എവിഡൻസ് ഉണ്ട്. അതായത് ലെവൽ 1 to ലെവൽ 5 ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് പറയുന്ന ഒരു ലെവൽ ഏറ്റവും കുറഞ്ഞ ലെവലാണ്. പിന്നെ ആനിമൽസിൽ, സെൽസിൽ, ലാബിലൊക്കെ നടത്തുന്ന എക്സ്പീരിയൻസ് സെക്കൻഡ് ലെവലാണ്. അങ്ങനെ അങ്ങനെ ലെവൽ 5 എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലെവൽ. അല്ലെ ലെവൽ 1, ചില ലെവൽ 1 ഏറ്റവും വലിയ ലെവൽ എന്ന് പറയും, ലെവൽ 5 ഏറ്റവും കുഞ്ഞു ലെവൽ എന്ന് പറയും, ചെറിയ ലെവൽ എന്ന് പറയും. ഇപ്പോൾ ലെവൽ 1 എവിഡൻസ് ഒക്കെ പറഞ്ഞാൽ ഏറ്റവും ഹൈ ലെവൽ ഓഫ് എവിഡൻസ് ആണ്. മെറ്റാനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഹൈ എൻഡ് സ്റ്റഡീസ് ആണ്. അപ്പോൾ ഈ പറയുന്നതിനകത്തൊന്നും അങ്ങനത്തെ ലെവൽസ് ഓഫ് എവിഡൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഗ്രീൻ ടീയും കുടിച്ച് മദ്യവും കഴിച്ച് നിങ്ങൾ നിങ്ങളുടെ കരൾ കേടാക്കാൻ പാടില്ല. ഓക്കെ.